എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന രുചികരമായ കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് കറുവപ്പട്ട, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ടയും ഏലക്കയും ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് അര കപ്പ് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് വേണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ ഇഷ്ടാനുസരണം ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാക്കൊത്തെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, 7-8 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 15 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയ 2 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. മസാലകളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. 30 സെക്കൻഡ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിയ 2 തക്കാളി ഇതുപോലെ ഒന്ന് നീളത്തിൽ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മസാലകളെല്ലാം ഇട്ട് മൂപ്പിച്ചതിന് ശേഷം വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ മസാലകളൊന്നും മൂക്കില്ല. ഇനി തക്കാളി ഇട്ടതിന് ശേഷം വഴറ്റി കൊടുക്കാം. തക്കാളി വെന്ത് ഉടഞ്ഞതിന് ശേഷം കൂന്തലിട്ട് കൊടുക്കാം. ഇതുപോലെ കൂന്തൽ കഴുകി ചെറുതായി നീളത്തിൽ അരിഞ്ഞതാണ്. ഇനി ഇതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കൂന്തലെല്ലാം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം മീഡിയമാക്കി ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത്ര ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയം എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കുറച്ചുകൂടി വറ്റി കിട്ടണമെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.